യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുടെ നയമാറ്റം യൂറോപ്പിനെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. യുക്രൈന് സുരക്ഷ നൽകണമെങ്കിൽ യുക്രൈന്റെ ധാതു സമ്പത്തിന്റെ 50% തങ്ങൾക്ക് അവകാശം വേണമെന്നാണ് അമേരിക്കയുടെ പുതിയ നയം. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം യുക്രൈന് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വച്ച കരാർ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയതിന് ചില കാരണങ്ങളുണ്ട്. കീവിന് ആവശ്യമായ സുരക്ഷാ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാൻ അമേരിക്കയ്ക്കായിട്ടില്ല എന്നതാണ് ഒരു കാരണം. രണ്ടാമതായി, തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അമേരിക്കയുടെ കരാർ വ്യവസ്ഥകൾ യുക്രൈന് അനുഭവപ്പെട്ടത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സെലൻസ്കിക്ക് കൈമാറിയ കരട് കരാറിൽ യുക്രൈന്റെ അപൂർവമായ ധാതുസമ്പത്തിന്റെ 50% ഒരു നിശ്ചിത കാലയളവിലേക്ക് അമേരിക്കയ്ക്ക് നൽകണമെന്നാവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് കരാർ തള്ളാൻ സെലൻസ്കിയെ പ്രേരിപ്പിച്ചത്. യുക്രൈന് അമേരിക്ക ഇതിന് പകരമായി നൽകുമെന്ന് പറയപ്പെടുന്ന സുരക്ഷാ ഗ്യാരണ്ടിയിൽ വ്യക്തതയില്ലാത്തതിനാലാണ് കരാറിൽ ഒപ്പുവയ്ക്കാതിരുന്നതെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. 2014 മുൻപ് യുക്രൈനുണ്ടായിരുന്ന അതിരുകൾ തിരിച്ചുപിടിക്കുന്നത് അപ്രായോഗികമാണെന്നും നേറ്റോയിൽ യുക്രൈന് അംഗത്വം നൽകേണ്ടതില്ലെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. റഷ്യ കൈവശപ്പെടുത്തിയ ക്രിമിയ അടക്കമുള്ള പ്രദേശങ്ങൾ യുക്രൈന് തിരികെ ലഭിക്കില്ലെന്നാണ് അതിനർത്ഥം. ട്രംപിന്റെ ഈ മനസ്സിലിരിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് വെളിപ്പെടുത്തുകയും ചെയ്തു. നേറ്റോയുടെ ഭരണഘടനയിലെ 5-ാം വകുപ്പാണ് യുക്രൈന് നേറ്റോ അംഗത്വം നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. സഖ്യത്തിലെ ഒരു അംഗത്തിനെതിരെയുള്ള ആക്രമണം സഖ്യത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് ആ വകുപ്പ്. യുക്രൈന് അംഗത്വം നൽകിയാൽ യൂറോപ്പിനെ റഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണത്തിലേക്ക് തള്ളിവിടുകയും അത് ലോകമഹായുദ്ധത്തിന് ഇടയാക്കുകയും ചെയ്യും. ഇത് യുക്രൈന് വലിയ ആശങ്കകൾക്കാണ് ഇട നൽകിയിരിക്കുന്നത്. നേറ്റോ അംഗത്വം ലഭിക്കാത്ത പക്ഷം റഷ്യൻ ആക്രമണം തടയാൻ യുക്രൈന് അവരുടെ സൈനിക ശേഷി 15 ലക്ഷം സൈനികരിലേക്ക് ഉയർത്തേണ്ടതായും വരും. അമേരിക്കയുടെ യുക്രൈൻ വിഷയത്തിലുള്ള മാറിയ നയമാണ് പാരീസിൽ ഇന്നലെ അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ യൂറോപ്യൻ നേതാക്കളെ പ്രേരിപ്പിച്ചത്. റിസർച്ച് ഡെസ്ക് 24.